ഓം ശാന്തി. ഇന്ന് ജൂലൈ 15 മുരളിയിൽ ബാബ യോഗബലത്തിലൂടെ ആത്മാവിലെ തുരുമ്പ് നീക്കം ചെയ്യുവാൻ പറയുന്നു. ബാബ പരിധിയില്ലാത്ത സമ്പത്ത് നൽകുന്നു. എന്നാൽ മായ ഇതിലെപ്രകാരമാണ് വിഘ്നമിടുന്നത് എന്ന് ബാബ മനസ്സിലാക്കിക്കുന്നു. എപ്പോഴാണ് ആത്മാക്കൾ വീട്ടിലേക്ക് മടങ്ങുന്നത് എന്നതിന്റെ രഹസ്യവും ബാബ സ്പഷ്ടമാക്കുന്നു. ബാബയുടെ മധുര മഹാവാക്യങ്ങൾ കേൾക്കാം. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, യോഗബലത്തിലൂടെ തന്നെയാണ് ആത്മാവിൻ്റെ തുരുമ്പ് മാറുന്നത്. അതിനാൽ യോഗത്തിൽ ഒരിക്കലും അലംഭാവം കാണിക്കാതിരിക്കൂ. ചോദ്യം: ബാബ കുട്ടികൾക്ക് പരിധിയില്ലാത്ത സമ്പത്ത് നേടുന്നതിനുള്ള ഏതൊരു യുക്തിയാണ് പറഞ്ഞു തന്നത്? മായ 4 ഭാഗത്തും വിഘ്നമിടുന്ന അത് ഏതാണ്? ഉത്തരം: ബാബ യുക്തി പറഞ്ഞു തന്നു. കുട്ടികളെ, നിങ്ങൾ ബ്രഹ്മകുമാർ കുമാരിമാർ, ഒരു ബാബയുടെ കുട്ടികൾ പരസ്പരം സഹോദരി സഹോദരന്മാരാണ്. നിങ്ങൾക്കൊരിക്കലും ക്രിമിനൽ അസോൾട്ട് ചെയ്യാൻ സാധിക്കില്ല. സഹോദരി സഹോദരന്മാർക്ക് വികാരത്തിലേക്ക് പോകാൻ സാധിക്കില്ല. നിങ്ങൾക്ക് ശിവബാബയുടെ മതമനുസരിച്ച് നടന്ന് പരിധിയില്ലാത്ത സമ്പത്ത് നേടേണ്ടതുണ്ട്. എന്നാൽ മായ നിസ്സാരമല്ല. 4 ഭാഗത്തും ഇതിൽ തന്നെയാണ് വിഘ്നം വിട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സഹോദരി സഹോദരന്മാരാണ്. ഒരു ബാബയിൽ നിന്നും സമ്പത്ത് നേടുന്നു എന്നത് മറന്നുപോകുന്നു. ഗീതം: നിന്നെ നേടി ഞങ്ങൾ ലോകം നേടി. ഓം ശാന്തി. ഗീതത്തിൻ്റെ ഒരു വാക്ക് തന്നെ ധാരാളം. കുട്ടികൾക്കറിയാം, പരിധിയില്ലാത്ത ബാബയിൽ നിന്നും പരിധിയില്ലാത്ത സമ്പത്ത് ലഭിക്കുന്നു. കൽപ്പകൽപ്പങ്ങളിൽ ലഭിക്കുന്നു. പരിധിയില്ലാത്ത സമ്പത്ത് തീർച്ചയായും ഭാരതത്തിനാണ് ലഭിച്ചിരുന്നത് എന്നതും കുട്ടികൾക്കറിയാം. ഇപ്പോൾ അതില്ല, വീണ്ടും ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ സ്വർഗത്തിൻ്റെ സമ്പത്തില്ല എന്നത് കാണുന്നുണ്ട്. രാവണനിലൂടെ നരകത്തിൻ്റെ ശാപം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ശാപത്തിലൂടെ മനുഷ്യർ ദുഃഖിതരാകുന്നു. വരത്തിലൂടെ അഥവാ സമ്പത്തിലൂടെ സുഖം അനുഭവിക്കുന്നവരാകുന്നു. ഇപ്പോൾ ബ്രാഹ്മണ കുട്ടികൾക്കറിയാം, അതാണ് പരിധിയില്ലാത്ത നിരാകാരനായ പിതാവ്. പ്രജാപിത ബ്രഹ്മാവ് പരിധിയില്ലാത്ത സാകാര പിതാവാണ്. പരിധിയില്ലാത്ത സാകാര ബാബ പ്രജാപിത ബ്രഹ്മാവല്ലാതെ മറ്റാരുമല്ല. ഗാന്ധിയെ ബാപ്പുജി എന്ന് പറയുമായിരുന്നു. എന്നാൽ നിയമമനുസരിച്ച് മുഴുവൻ മനുഷ്യ സൃഷ്ടിയുടെയും ബാപ്പുജി ആകാൻ സാധിക്കില്ല. മുഴുവൻ നിരാകാരി വേൾഡിൻ്റെ ബാപ്പുജി ശിവനാണ്. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് അറിയാം, നമ്മൾ ശിവ് ബാബയുടേതായിരിക്കുന്നു. ശിവ് ബാബ വന്ന് നമ്മളെ സ്വന്തമാക്കി സമ്പത്ത് നൽകുന്നതിനായി. മധുബനിൽ വരുന്നത് എന്തിനു വേണ്ടിയാണ്? ശിവബാബയുമായി കൂടിക്കാഴ്ച നടത്താനാണ്. എന്നാൽ അത് നിരാകാരനാണ്. കേവലം ശിവബാബ എന്ന് പറയുന്നതിലൂടെ മനസ്സിലാക്കുകയില്ല. അതിനാൽ ബാബ് ദാദ എന്ന് പറയുന്നു. ശിവബാബയും ബ്രഹ്മദാദയും. ദാദയുടെ പേര് വേറെയാണ്, ബാബയുടെ പേര് വേറെയാണ്. ആ നിരാകാരൻ സർവരുടെയും പിതാവുമാണ്, സർവരുടെയും ദാദായുമാണ്. എല്ലാ കുട്ടികൾക്കും ബാബ് ദാദയിൽ നിന്നും സമ്പത്ത് തീർച്ചയായും ലഭിക്കുന്നു. പരിധിയില്ലാത്ത ബാബയിൽ നിന്നും സർവർക്കും സമ്പത്ത് ലഭിക്കുന്നു. ആ ബാബ തന്നെയാണ് സർവരുടെയും ദുഃഖം ഹരിച്ച് സുഖം ഉണ്ടാക്കുന്നവൻ. സത്യയുഗത്തിൽ ഒരു മനുഷ്യനും ദുഃഖിതനായിരിക്കില്ല. പേര് തന്നെ സ്വർഗം എന്നാണ്. ആ ഒന്ന് ഹെവൻ സ്ഥാപിക്കുന്ന ഗോഡ് ഫാദറാണ്. ഭാരതം ഏറ്റവും പുരാതനമാണ്. അപ്പോൾ തീർച്ചയായും ഏറ്റവും പുതിയതായിരുന്നു. അതിനാലാണ് ഇപ്പോൾ ഏറ്റവും പഴയതായത്. സത്യയുഗമെന്നും കലിയുഗമെന്നും ഭാരതത്തെ തന്നെയാണ് പറയുന്നത്. തീർച്ചയായും ഭാരതം സ്വർഗമായിരുന്നു. ഈ ലക്ഷ്മി നാരായണൻ രാജ്യം ഭരിച്ചിരുന്നു. ഇത് ബുദ്ധിയിലുണ്ട്. ഇപ്പോൾ നിങ്ങൾ ലക്ഷ്മി നാരായണന്റെ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഉടൻ ബുദ്ധിയിൽ വരും, ഇവർക്ക് ഈ സമ്പത്ത് എങ്ങനെ ലഭിച്ചു, ഇവർ എങ്ങനെ പൂജ്യരായി, എപ്പോൾ രാജ്യം ഭരിച്ചു, ആരിലൂടെ രാജ്യം നേടി, ഇത് മുഴുവൻ ബുദ്ധിയിൽ വരും. മുൻപ്
ലക്ഷ്മി നാരായണന്റെ ക്ഷേത്രത്തിൽ പോകുമായിരുന്നു. മാല തിരിക്കുമായിരുന്നു. ഓക്കുപേഷനെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. ഇപ്പോൾ കേവലം നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്. അതും നമ്പർ വൈസ് ആണ്. നിങ്ങൾ ഇപ്പോൾ ലക്ഷ്മി നാരായണന്റെ ക്ഷേത്രത്തിൽ പോയി നിൽക്കുകയാണെങ്കിൽ ഹർഷിതമാകും. ഇവർ ഈ പ്രാപ്തി എങ്ങനെ നേടിയിരുന്നു എന്നത് ബുദ്ധിയിലുണ്ട്. സംഗമയുഗത്തിൽ തന്നെയാണ് നേടിയത്. കാരണം സംഗമത്തിൽ തന്നെയാണ് പഴയ ലോകം മാറാൻ പോകുന്നത്. സംഗമത്തിൽ തന്നെയാണ് ബാബ വന്ന് രാജയോഗം പഠിപ്പിച്ചിരുന്നത്. വളരെയധികം ജന്മങ്ങളുടെ അന്തിമ ജന്മത്തിൽ തീർച്ചയായും ഇദ്ദേഹം ബ്രഹ്മാവായിരുന്നു എന്നതും അറിയുന്നുണ്ട്. ബ്രഹ്മാവിലൂടെ വിഷ്ണുപുരിയുടെ സ്ഥാപന നടക്കുന്നു. ഈ ലക്ഷ്മി നാരായണൻ തന്നെയാണ് കഴിഞ്ഞ ജന്മത്തിൽ തീർച്ചയായും ബ്രഹ്മ സരസ്വതി ആയിരുന്നത്. ബ്രഹ്മാവിനോടൊപ്പം ബ്രാഹ്മണികളും ഉണ്ടാകും. സത്യയുഗത്തിൽ ലക്ഷ്മി നാരായണന്റെ രാജധാനി ഉണ്ടായിരുന്നല്ലോ. തീർച്ചയായും പ്രജാപിതാവും ഉണ്ടാകും. നിങ്ങൾക്കറിയാം, നമ്മൾ പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു. ആരാണോ കഴിഞ്ഞ കൽപ്പത്തിൽ പുരുഷാർത്ഥം ചെയ്തത് അത് നമ്മൾ സാക്ഷിയായി നോക്കുന്നു. ഒന്നാണ് രാജവംശം, മറ്റൊന്നാണ് പ്രജാവംശം. അതിലും ചിലർ വളരെയധികം ധനികരായിരിക്കും, ചിലർ കുറവായിരിക്കും. രാജാക്കന്മാരിലും ചിലർ വളരെ ധനികരായിരിക്കും, ചിലർ കുറച്ച് ധനികരായിരിക്കും. നിങ്ങൾക്ക് ലക്ഷ്മി നാരായണന്റെ ക്ഷേത്രത്തിൽ ആർക്കും മനസ്സിലാക്കിച്ചു കൊടുക്കുവാൻ സാധിക്കും ഇവർ എങ്ങനെയാണ് ഈ രാജ്യം നേടിയത്. ഇപ്പോൾ വീണ്ടും അവർ തന്നെ തങ്ങളുടെ രാജ്യഭാഗ്യം നേടിക്കൊണ്ടിരിക്കുന്നു. രാജധാനി സ്ഥാപിതം ആയിക്കൊണ്ടിരിക്കുന്നു. എത്ര സഹജമാണ്. അംബ ആരാണ്? ഇതും അറിയുന്നില്ല. നിങ്ങൾ പറയും ഇത് ജഗദംബയാണ്. കഴിഞ്ഞ കൽപ്പത്തിലും ജഗദംബയും ജഗത് പിതാവും ഉണ്ടായിരുന്നു. നമ്മളായിരുന്നു അവരുടെ കുട്ടികൾ. സംഗമത്തിൽ ബാബ രാജയോഗം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ജഗദംബയുടെ കുട്ടികളും ധാരാളമുണ്ട്. എന്നാൽ ഇത്രയും പേരെയെല്ലാം ഇരുത്തുവാൻ സാധിക്കില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ജ്ഞാനത്തിൻ്റെ മൂന്നാമത്തെ നേത്രം ലഭിച്ചു. ബാബ ജ്ഞാനസാഗരമാണ്. അപ്പോൾ തീർച്ചയായും കുട്ടികൾക്ക് ജ്ഞാനം തന്നെ നൽകും. ആ ഒന്നിനെ മനുഷ്യനെന്നോ ദേവതയെന്നോ പറയുന്നില്ല. ആ ഒന്നിനെ പരമാത്മാവ് എന്ന് തന്നെയാണ് പറയുന്നത്. നിങ്ങൾ ആരുടെ ക്ഷേത്രത്തിലേക്ക് പോയാലും ആ ഒന്നിൻ്റെ ബയോഗ്രഫി പറഞ്ഞു കൊടുക്കുവാൻ സാധിക്കും. രാമനെക്കുറിച്ചും നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കാൻ സാധിക്കും. ചന്ദ്രവംശി രാജധാനി ഇപ്പോൾ സ്ഥാപിതമായിക്കൊണ്ടിരിക്കുന്നു. ബ്രഹ്മാവിലൂടെ ബ്രാഹ്മണരുടെയും ധർമ്മം സ്ഥാപിതമാകുന്നു. ബ്രഹ്മാവിൻ്റെ നാമം എത്ര പ്രസിദ്ധമാണ്. ബ്രഹ്മാവിലൂടെ ബാബ ബ്രാഹ്മണരെ രചിക്കുന്നു. നിങ്ങൾ കുമാരിമാർ ആകുന്നതിലൂടെ നമ്മൾ ഒരു ബാബയുടെ കുട്ടികൾ പരസ്പരം സഹോദരനാണ് എന്നതറിയുന്നു. പിന്നെ നമുക്ക് ക്രിമിനൽ അസോൾട്ട് ചെയ്യാൻ സാധിക്കില്ല. സഹോദരന്മാർ വികാരത്തിലേക്ക് പോവുക സാധ്യമല്ല. ബാബ ഈ യുക്തി രചിച്ചിരിക്കുന്നു. ഡ്രാമയനുസരിച്ച് നിങ്ങളും ബ്രഹ്മകുമാരാണ്, നമ്മളും ബ്രഹ്മകുമാരിയാണ്. വാസ്തവത്തിൽ മുഴുവൻ ലോകവും ബിക്കെയാണ്, എന്നാൽ അറിയുന്നില്ല. നമ്മൾ ശിവബാബയുടെ മതത്തിലൂടെ പരിധിയില്ലാത്ത സമ്പത്ത് നേടിക്കൊണ്ടിരിക്കുന്നു. മായയും നിസാരമല്ല. 4 ഭാഗത്തും വിഘ്നമിട്ടുകൊണ്ടിരിക്കുന്നു. നമ്മൾ സഹോദരന്മാരാണ്. ഒരു ബാബയിൽ നിന്നും സമ്പത്ത് നേടുകയാണ് എന്നത് മറന്നു പോകുന്നു. സത്യയുഗത്തിൽ ഒരേ ഒരു ധർമ്മമാണ് ഉണ്ടായിരിക്കുന്നത് എന്നത് നല്ല രീതിയിൽ മനസ്സിലാക്കുന്നുണ്ട്. ബാക്കി എല്ലാ ധർമ്മങ്ങളും സമാപ്തമാകേണ്ടതുണ്ട്. ഇതും കുട്ടികൾക്കറിയാം. ഇത് പുതിയ കാര്യമൊന്നുമല്ല. ഓരോ 5000 വർഷത്തിനു ശേഷവും ഈ ചക്രം തിരിയുന്നു. തിഥിയും തീയതിയും എഴുതപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ശിവബാബയിൽ നിന്നും ഈ യുക്തിയിലൂടെ സമ്പത്ത് നേടുന്നു. ഇതും ബുദ്ധിയിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. ലക്ഷ്യം ലഭിച്ചിരിക്കുന്നുവല്ലോ. ബാബയെ ഓർമ്മിച്ച് ബാബയിൽ നിന്നും സമ്പത്ത് നേടണം. ഓർമ്മ, അതായത് യോഗബലത്തിലൂടെ തന്നെയാണ് തുരുമ്പ് മാറുന്നത്. ഇതിൽ ഒരു അലംഭാവവും ഉണ്ടാകരുത്. അതിനാൽ മുരളികൾ ലഭിക്കുന്നു. ഉറച്ച നിശ്ചയബുദ്ധിയാണെങ്കിൽ എവിടെയും പോകാം.
മുരളി കിട്ടുന്നില്ല എന്ന് വിചാരിക്കൂ. നമ്മൾ ബാബയുടേതായി കഴിഞ്ഞു എന്നത് ബുദ്ധിയിലുണ്ടാകുമല്ലോ. ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്, നിങ്ങളുടെ ആത്മാവ് തമോ പ്രധാനം ആയിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ബാബയെ ഓർമ്മിക്കൂ, എങ്കിൽ തമോ പ്രധാനത്തിൽ നിന്നും സദോ പ്രധാനമാകും. ഈ മഹാമന്ത്രം ഒരു ബാബ തന്നെയാണ് പറഞ്ഞു തരുന്നത്, മറ്റാർക്കും പറഞ്ഞു തരാൻ സാധിക്കില്ല. ബാബ തന്നെയാണ് പറയുന്നത്, മധുരമധുരമായ കുട്ടികളെ, ഓർമ്മയുടെ ബലത്തിലൂടെ നിങ്ങൾക്ക് തമോ പ്രധാനത്തിൽ നിന്നും സദോ പ്രധാനം ആകേണ്ടതുണ്ട്. എന്നാൽ ഈ വാക്ക് ആരുടെയും ബുദ്ധിയിൽ വരുന്നില്ല. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. തീർച്ചയായും കഴിഞ്ഞ കൽപ്പത്തിലും ബാബ ഈ വാക്ക് പറഞ്ഞിരുന്നു. ദേഹത്തിന്റെ സർവധർമ്മങ്ങളും ഉപേക്ഷിച്ച് സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. ഇതെല്ലാം ദേഹത്തിന്റെ ധർമ്മമാണല്ലോ. സർവരുടെയും അച്ഛൻ ഒന്ന് തന്നെയാണ്. സർവ ആത്മാക്കളും ആ ഒരു അച്ഛനെ വിളിക്കുന്നു. പോപ്പും ഗോഡിനെ ഓർമ്മിക്കുന്നു. പറയുന്നു, ഓ ഗോഡ് ഫാദർ, ദയവ് കാണിക്കൂ. ഈ മനുഷ്യരുടെ ക്രോധിയായ ബുദ്ധികളെ പരിവർത്തനപ്പെടുത്തൂ. ഇവർ പരസ്പരം അടികൂടാതിരിക്കട്ടെ. ഓർമ്മിക്കുന്നത് ബാബയെ തന്നെയായിരിക്കുമല്ലോ, മറ്റാരെയും ഓർമ്മിക്കുന്നില്ല. വന്ന് പതീതരെ പാവനമാക്കൂ എന്ന് ശിവ് ബാബയെ തന്നെയാണ് വിളിക്കുന്നത്. പാവനമാകുമ്പോൾ പിന്നെ ഈ മോശമായ രാവണന്റെ ലോകത്തിലിരിക്കാൻ സാധിക്കില്ല. പിന്നെ തീർച്ചയായും പുതിയ ലോകം വേണം. കലിയുഗത്തിൽ നിന്നും പരിവർത്തനപ്പെട്ട് സത്യയുഗം ഉണ്ടാവുക തന്നെ ചെയ്യുമല്ലോ. എന്നാൽ ഇത്ര പോലും മനസ്സിലാക്കുന്നില്ല. ഒരു ഡോക്ടർ വന്നിരുന്നു. കലിയുഗം കലിയുഗമായി തന്നെ തുടരും എന്ന് പറഞ്ഞു. സദാ കലിയുഗമായി തന്നെ എങ്ങനെ തുടരുവാനാണ്? കലിയുഗം നല്ലതാണോ? ഒന്നും മനസ്സിലാക്കുന്നില്ല. കേവലം ഭാവനയുണ്ട്, മറ്റുള്ളവരെ കൊണ്ടുവരുന്നു. അവർക്ക് അമ്പേൽക്കാതിരിക്കുകയും വരുന്ന ആർക്കെങ്കിലും അമ്പേൽക്കുകയാണെങ്കിലും എന്തെങ്കിലുമൊക്കെ കമ്മീഷൻ ലഭിക്കും. നമ്മൾ സ്വർഗത്തിൽ വരും. ബാബയിൽ നിന്ന് അല്പമെങ്കിലും വന്ന് കേൾക്കുകയാണ് എങ്കിലും സ്വർഗത്തിൽ തീർച്ചയായും പോകും. ഏതായാലും ഹെവൻലി ഗോഡ് ഫാദറിൻ്റെ മുന്നിൽ വന്നിരിക്കുകയാണ്. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഞാൻ സർവരുടെയും പിതാവാണല്ലോ. ശിവബാബ എങ്ങനെ വരും എന്നത് ചിലർ അംഗീകരിക്കുന്നില്ല. ആത്മാവിന് വരാൻ സാധിക്കുമെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് വന്നുകൂടാ? ആത്മാവ് ഒരു ശരീരം ഉപേക്ഷിച്ച് മറ്റൊന്നിലേക്ക് പോകാൻ സാധിക്കുന്നു. അപ്പോൾ എനിക്ക് വരാൻ സാധിക്കില്ലേ? ഇല്ലെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെ വരും? വിളിക്കുന്നുമുണ്ട്, ഹേ പതീത പാവന ബാബ, വന്ന് പതീതത്തിൽ നിന്നും പാവനമാക്കൂ. ബാബ പറയുന്നു, ഞാൻ വരുന്നത് തന്നെ ഭാരതത്തിലാണ്. കൽപ്പകൽപ്പങ്ങളിലെ സംഗമത്തിൽ ഒരേ ഒരു തവണ വരുന്നു. നിങ്ങൾ എപ്പോഴാണോ 84 ജന്മങ്ങൾ പൂർത്തിയാക്കുന്നത് അപ്പോൾ ഞാൻ വരുന്നു. കുട്ടികളായ നിങ്ങൾക്ക് നിശ്ചയമുണ്ട്, ബാബ വന്നു കഴിഞ്ഞു വീണ്ടും സമ്പത്ത് നൽകാൻ. ബാബ പറയുന്നു, എൻ്റെ തൊഴിൽ തന്നെ പഴയ ലോകത്തെ പരിവർത്തനപ്പെടുത്തി പുതിയ ലോകം സ്ഥാപിക്കുക എന്നതാണ്. അതിനാൽ പുതിയ ലോകത്തിൻ്റെ സ്ഥാപന എന്നും പഴയ ലോകത്തിൻ്റെ വിനാശം എന്നും പാടപ്പെട്ടിരിക്കുന്നു. പിന്നെ നിങ്ങൾ പാലനയും ചെയ്യും. പ്രകാശം ലഭിച്ചുവല്ലോ. കാളി ക്ഷേത്രത്തിൽ നോക്കുകയാണെങ്കിൽ ഇത് അസത്യമായ ചിത്രമാണ് എന്ന് മനസ്സിലാകും. കാളി തീർച്ചയായും ജഗദംബയാണ്. എന്നാൽ ഇങ്ങനെയുള്ള ഭയാനക രൂപം അല്ല. ബംഗാളിൽ കാളിക്ക് മുന്നിൽ ബലി അർപ്പിക്കുന്നു, എന്നാൽ ഒന്നും അറിയുന്നില്ല. ജഗദംബയുടെ ക്ഷേത്രത്തിൽ ലക്ഷങ്ങൾ പോകുന്നു. സദാ മേള പോലെ തന്നെയാണ്. ചെറിയൊരു മൂർത്തി വച്ചിരിക്കുകയാണല്ലോ. ജഗദംബ എന്ന നാമം വച്ചിരിക്കുന്നു. ഇപ്പോൾ ജഗദംബ ഒന്ന് തന്നെയാകേണ്ടതാണ്. സിന്ധിൽ കാളി ക്ഷേത്രം എങ്ങനെയാണ് ഉണ്ടാക്കിയിരുന്നത്? ഒരിക്കൽ കോട്ടയിൽ ബോംബ് പൊട്ടി. അപ്പോൾ ഒരു സന്യാസി പറഞ്ഞു, കാളി മാതാവ് കോപിച്ചിരിക്കുകയാണ്. ഇത്ര തന്നെ. അവർ പോയി അവിടെ കാളിയുടെ ക്ഷേത്രമുണ്ടാക്കി. ഇപ്പോൾ കാളി ആരാണ്? ഒന്നും അറിയുന്നില്ല. നിങ്ങൾക്ക് ഇപ്പോൾ നോളജ് ലഭിച്ചു. നിങ്ങൾക്കറിയാത്ത ഒരു വസ്തുവുമില്ല. ബാബയിൽ നിന്നും സമ്പത്ത് നേടിക്കൊണ്ടിരിക്കുന്നു എന്നത് മനസ്സിലാക്കുന്നുണ്ട്.
അപ്പോൾ പൂർണ്ണമായും പുരുഷാർത്ഥം ചെയ്യേണ്ടതാണല്ലോ. ആദ്യ നമ്പറിലെ ദുഃഖം ആരംഭിക്കുന്നത് കുമാരിമാർ വിവാഹം കഴിക്കുമ്പോഴാണ്. നിങ്ങൾക്കാണെങ്കിൽ വിവാഹം കഴിക്കുന്നതിൻ്റെ ചിന്ത പോലും ഒരിക്കലും വരാൻ പാടില്ല. ഇപ്പോൾ ബാബ പറയുന്നു, ഈ രാവണ രാജ്യം ഇല്ലാതാകാൻ പോകുന്നു. ഇതാണ് വികാരി ഗൃഹസ്ഥ വ്യവഹാരം. ദേവന്മാരെ കുറിച്ച് പാടിക്കൊണ്ടിരിക്കുന്നു. ഈ ദേവതമാരെ നിർവികാരിയാക്കുന്നവൻ ആരാണ് എന്നതാർക്കും അറിയില്ല. സത്യുഗം സമ്പൂർണ്ണ നിർവികാരി ലോകമാണ്. ശാസ്ത്രങ്ങളിൽ പിന്നെ അവിടെയും വികാരമുണ്ടായിരുന്നതായി കാണിച്ചിരിക്കുന്നു. എന്നാൽ അത് വൈസ്ലെസ് വേൾഡ് തന്നെയാണ്. വികാരി ലോകവും നിർവികാരി ലോകവും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്! ഈ കാര്യങ്ങൾ മറ്റാരുടെയും ബുദ്ധിയിലില്ല. നിങ്ങൾക്കറിയാം, ഈ ലക്ഷ്മി നാരായണന്റെ രാജ്യം ആയിരുന്നപ്പോൾ എത്ര കുറച്ച് മനുഷ്യരാണ് ഉണ്ടായിരുന്നത്. ഒരേ ഒരു ധർമ്മമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് അഭിവൃദ്ധി നേടി. ചക്രവും പൂർണ്ണമായും കറങ്ങേണ്ടതുണ്ട്. അപ്പോൾ മുഴുവൻ ഭൂമിയിലും ചുറ്റി സഞ്ചരിച്ചു എന്ന് പറയും. സമുദ്രത്തിൽ ചുറ്റി സഞ്ചരിച്ചു എന്ന് പറയാൻ സാധിക്കില്ല. സത്യയുഗത്തിൽ കുറച്ചു പേരേ ഉള്ളൂ. അപ്പോൾ എത്ര കുറച്ചു ഭൂമിയാണ് എടുക്കുന്നത്. ഇപ്പോൾ മനുഷ്യ സൃഷ്ടിയുടെ പരിധി അവസാനിക്കേണ്ടതുണ്ട്. മുകളിലുള്ള കുറച്ച് ആത്മാക്കളും വന്നുകൊണ്ടിരിക്കുന്നു. മനുഷ്യർ വർദ്ധിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. എപ്പോഴാണോ അവിടെ നിന്നും ആത്മാക്കൾ വരുന്നത് പൂർത്തിയാകുന്നത്, നിങ്ങൾ കർമാതീത അവസ്ഥ നേടുന്നത്, പിന്നെ ആത്മാക്കൾക്ക് ശരീരം ഉപേക്ഷിച്ച് പോകേണ്ടതുണ്ട്. അവരുടെ വരവും നിങ്ങളുടെ പോക്കും ഉണ്ടാകും. കുറച്ചായി വന്നുകൊണ്ടിരിക്കുന്നു. വിവേകത്തിൻ്റെ കാര്യമാണല്ലോ. നമ്മൾ ആദ്യം പോയി അവിടെ വസിക്കും. നമ്മൾ ഉണ്ടായിരിക്കുമ്പോൾ അവരാരും അവശേഷിക്കാൻ പാടില്ലാത്തതാണ്. ഇത് വിസ്താരത്തിലുള്ള കാര്യങ്ങളാണ്. കുട്ടികളോട് പിന്നെയും ബാബ പറയുന്നു, ശരി, തൻ്റെ പ്രിയ പിതാവിനെ ഓർമ്മിക്കൂ. ബാബയെ ഓർമ്മിക്കുന്നതിൽ നിങ്ങൾക്ക് നേട്ടമാണുള്ളത്. ഈ ഹിസ്റ്ററിയും ജോഗ്രഫിയും മനുഷ്യർ വളരെയധികം പഠിക്കുന്നു. വളരെ ദൂരെ പോകുന്നു. മൂണിലും പോകുന്നു. ഇതാണ് സയൻസിൻ്റെ ഗർവ്. അതിലേക്ക് പോകുന്നു. ചന്ദ്രനിൽ എന്തെങ്കിലും ഉണ്ടായിരിക്കുന്നൊന്നുമില്ല. നിങ്ങളാണെങ്കിൽ സൂര്യചന്ദ്രനേക്കാളും ഉപരി പോകുന്നു. ഈ നോളജ് നിങ്ങളുടെ ബുദ്ധിയിൽ ഇപ്പോഴുണ്ട്. ഡ്രാമ പ്ലാൻ അനുസരിച്ച് ബാബ ഇതെല്ലാം പറഞ്ഞു തരുന്നു എന്നത് മനസ്സിലാക്കുന്നു. ബാബ തന്നെയാണ് പറയുന്നത്, ഞാൻ നിങ്ങളെ പതീതത്തിൽ നിന്നും പാവനമാക്കുന്നു. ഇത് എൻ്റെ പാർട്ടാണ്. ഭക്തിമാർഗത്തിലും ഇത് എൻ്റെ പാർട്ടാണ്. ഡ്രാമയാണല്ലോ. നിങ്ങൾ പാർട്ടധാരി ആയതുപോലെ ഞാനും പാർട്ടധാരിയാണ്. എൻ്റെ ജോലിയാണ് നിങ്ങളെ പതീതത്തിൽ നിന്നും പാവനമാക്കുക എന്നത്. എന്തെല്ലാം ചെയ്യുന്നുവോ അപ്പോൾ അതിൻ്റെ മഹിമ ഉണ്ടാകുന്നുവല്ലോ. ഈ ലക്ഷ്മി നാരായണനും എത്ര മഹിമയാണുള്ളത്. എന്നാൽ അവരെ ഇങ്ങനെ യോഗ്യമാക്കി മാറ്റിയതാരാണ്? ഇവർ സുഖധാമത്തിൻ്റെ അധികാരിയായിരുന്നു. ഇപ്പോഴാണെങ്കിൽ അനേകം പ്രകാരത്തിലുള്ള എത്ര ദുഃഖമുണ്ട്. ഇന്ന് ആരെങ്കിലും മരിച്ചു, വഴക്കുണ്ടായി, ആരുടെയെങ്കിലും അടുക്കൽ ലക്ഷമോ കോടിയോ പദമോ ഉണ്ടായിരുന്നാലും ഏതെങ്കിലും രോഗമോ മറ്റോ വന്നു പോവുകയാണ് എങ്കിൽ എന്തു ചെയ്യും? ബിർളയുടെ അടുക്കൽ എത്ര ധനമുണ്ട്. ഒരു ജന്മത്തിൽ സമ്പത്ത് കാണപ്പെടുന്നു. എന്നാൽ ഒരു ദുഃഖവുമില്ലാത്ത ആരുമുണ്ടാകില്ല. ഏതെങ്കിലും പ്രകാരത്തിലുള്ള ദുഃഖം എല്ലാവർക്കുമുണ്ട്. ഇപ്പോഴാണെങ്കിൽ ഈ ധനവും മറ്റും എല്ലാം മണ്ണിനോട് ചേരാൻ പോകുന്നു. ശരി, മധുരമായ സീഖിലതേ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: കർമാതീത അവസ്ഥ പ്രാപ്തമാക്കി വീട്ടിലേക്ക് തിരിച്ചു പോകേണ്ടതുണ്ട്. എന്നാൽ പോകുന്നത് എല്ലാ ആത്മാക്കളുടെയും വരവ് അവസാനിക്കുമ്പോഴാണ്. ഈ വിസ്താരത്തെ ബുദ്ധിയിൽ വെച്ച് ഒരു പിതാവിനെ സ്നേഹത്തോടെ ഓർമ്മിക്കണം. ജ്ഞാനത്തിൻ്റെ പ്രകാശം ലഭിച്ചിരിക്കുകയാണ്.
അതിനാൽ നിശ്ചയബുദ്ധിയായി ബാബയിൽ നിന്നും പൂർണ്ണമായും സമ്പത്ത് നേടണം. എവിടെ കഴിയുമ്പോഴും ഓർമ്മയുടെ ബലത്തിലൂടെ ആത്മാവിനെ തമോ പ്രധാനത്തിൽ നിന്നും സതോ പ്രധാനമാക്കാനുള്ള പുരുഷാർത്ഥം ചെയ്യണം. വരദാനം: സ്വമാനത്തിൽ സ്ഥിതി ചെയ്ത് വിശ്വത്തിലൂടെ ബഹുമാനം പ്രാപ്തമാക്കുന്ന ദേഹാഭിമാനത്തിൽ നിന്നും മുക്തരായി ഭവിക്കട്ടെ. പഠനത്തിൻ്റെ മുഖ്യ ലക്ഷ്യമാണ് ദേഹാഭിമാനത്തിൽ നിന്നും വേറിട്ടവരായി ദേഹി അഭിമാനി ആവുക. ഈ ദേഹാഭിമാനത്തിൽ നിന്നും വേറിടുന്നതിൻ്റെ അഥവാ മുക്തമാകുന്നതിൻ്റെ വിധി തന്നെ സദാ സ്വമാനത്തിൽ സ്ഥിതി ചെയ്യുക എന്നതാണ്. സംഗമയുഗത്തിലെയും ഭാവിയിലെയും അനേകം പ്രകാരത്തിലുള്ള സ്വമാനങ്ങൾ ഏതെല്ലാമുണ്ടോ അതിൽ ഏതെങ്കിലും ഒരു സ്വമാനത്തിലൂടെയെങ്കിലും സ്ഥിതി ചെയ്യുന്നതിലൂടെ ദേഹാഭിമാനം ഇല്ലാതായിക്കൊണ്ടിരിക്കും. ആരാണോ സ്വമാനത്തിൽ സ്ഥിതി ചെയ്യുന്നത് അവർക്ക് സ്വതവേ മാന്യത പ്രാപ്തമാകുന്നു. സദാ സ്വമാനത്തിൽ സ്ഥിതി ചെയ്യുന്നവർ തന്നെയാണ് വിശ്വ മഹാരാജൻ ആകുന്നത്. വിശ്വം അവർക്ക് ബഹുമാനം നൽകുന്നു. സ്ലോഗൻ: എങ്ങനെയുള്ള സമയമാണോ അതനുസരിച്ച് സ്വയം തന്നെ മോൾഡാക്കണം. ഇതുതന്നെയാണ് റിയൽ ഗോൾഡ് ആവുക എന്നത്. അവ്യക്ത സൂചന: ജ്വാലാസ്വരൂപ സ്ഥിതിയിലിരുന്ന് ശക്തിശാലി ഓർമ്മയുടെ അനുഭവം ചെയ്യൂ. ഇപ്പോൾ നിർഭയരും ജ്വാലാമുഖിയുമായി പ്രകൃതിയിലും ആത്മാക്കളുടെ ഉള്ളിലും ഏതൊരു തമോ ഗുണമാണോ ഉള്ളത് അതിനെ ഭസ്മമാക്കൂ. തപസ്യ എന്നാൽ ജ്വാലാസ്വരൂപ ഓർമ്മ. ഈ ഓർമ്മയിലൂടെ തന്നെയാണ് മായയുടെയും പ്രകൃതിയുടെയും വികരാല രൂപം ശീതളമായി മാറുന്നത്. താങ്കളുടെ മൂന്നാമത്തെ നേത്രം, ജ്വാലാമുഖി നേത്രം, മായയെ ശക്തിഹീനമാക്കി മാറ്റും. ഓം ശാന്തി. യോഗത്തിൻ്റെ അഭ്യാസം. വിശ്വമംഗളകാരിയായ ബാബയോടൊപ്പം ഈ സൃഷ്ടിയെ പാവനമാക്കുന്നതിൻ്റെ ശ്രേഷ്ഠ കർത്തവ്യത്തിൽ സഹയോഗി ആകുന്നതിനായി ഞാൻ എൻ്റെ ഫരിഷ്ത സ്വരൂപം ധാരണ ചെയ്യുന്നു. സൂക്ഷ്മ പ്രകാശബിന്ദുവായ ഞാൻ ആത്മാവ് പ്രകാശമയമായ അവ്യക്ത ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഞാൻ ഡബിൾ ലൈറ്റ് ഫരിഷ്തയാണ്. എന്നിൽ നിന്നും ലൈറ്റിൻ്റെയും മൈറ്റിൻ്റെയും കിരണങ്ങൾ 4 ഭാഗത്തും വ്യാപിക്കുന്നു.
ഡബിൾ ലൈറ്റ് ഫരിഷ്തയായ ഞാൻ സൂക്ഷ്മലോകത്തിലേക്ക് സഞ്ചരിക്കുന്നു. സർവത്ര ശീതള പ്രകാശം നിറഞ്ഞ ഈ ഫരിഷ്തകളുടെ ലോകത്തിൽ ബാഗ്ദാദയുടെ മുന്നിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. ബാഗ്ദാദ എനിക്ക് വളരെ സ്നേഹം നിറഞ്ഞ ദൃഷ്ടി തരുന്നു. ബാഗ്ദാദ ദൃഷ്ടിയിലൂടെ എന്നിൽ ബലം നിറയ്ക്കുന്നു. ബാഗ്ദാദ എൻ്റെ മസ്തകത്തിൽ വിജയതിലകം അണിയിക്കുന്നു. പരമ സദ്ഗുരുവായ ബാബ സർവ വരദാനങ്ങളും കൊണ്ട് എന്നെ സമ്പന്നം ആക്കുന്നു. ഈ സമ്പന്ന അവസ്ഥയിൽ ഫരിഷ്തയായ ഞാൻ ഗ്ലോബിന് മുകളിൽ വിരാജിക്കുന്നു. ഞാൻ പൂർവജ ആത്മാവാകുന്നു. സർവശക്തിവാനായ ശിവബാബ ഛത്രഛായയായി എൻ്റെ ശിരസ്സിന് മുകളിലുണ്ട്. പവിത്രതയുടെ സാഗരമായ ശിവബാബയിൽ നിന്നും പവിത്ര കിരണങ്ങൾ എന്നിൽ പതിയുന്നു. പരമാത്മാ പവിത്രത എന്നിൽ നിറയുന്നു. പവിത്ര ഫരിഷ്തയായ എന്നിൽ നിന്നും മുഴുവൻ വിശ്വത്തിലേക്കും പവിത്രതയുടെ
ഗോൾഡൻ ലൈറ്റ് വ്യാപിക്കുന്നു. ഈ പരമാത്മാ പവിത്രതയുടെ ശക്തി മുഴുവൻ അന്തരീക്ഷത്തെയും ശുദ്ധമാക്കുന്നു. പ്രകൃതി മുഴുവൻ പരമാത്മാ പവിത്രതയുടെ ശക്തി ഉൾക്കൊള്ളുന്നു. പരമാത്മാ പവിത്രതയുടെ ഗോൾഡൻ ലൈറ്റ് എൻ്റെ മസ്തകത്തിൽ നിന്നും വ്യാപിച്ച് സൃഷ്ടിയിലെ ആത്മാക്കളിൽ എത്തിച്ചേരുന്നു. ഈ പവിത്ര കിരണങ്ങൾ സർവരുടെയും ചിത്തത്തെ ശുദ്ധമാക്കട്ടെ. അവരുടെ വിഘ്നങ്ങളെ സമാപ്തമാക്കട്ടെ. ഡബിൾ ലൈറ്റ് ഫരിഷ്തയായ ഞാൻ സാകാരത്തിലേക്ക് മടങ്ങി വരുന്നു.